നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 19-ാം തീയതി മുതൽ ജൂൺ 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ള സമയം. അതിനുശേഷമാണ് ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡേറ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. കോളേജ് ചോയ്സ് ഫില്ലിംഗ് ആണ് ആ സമയത്ത് നടത്തേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസുകളൊന്നും നൽകേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ആയിട്ടാണ് കൗൺസിലിംഗ്. വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് തുടർന്നുള്ള കൗൺസിലിങ്ങിൽ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എയിംസിൻ്റെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള എല്ലാ കുട്ടികളും രജിസ്ട്രേഷൻ്റെ സമയത്ത് ജൂൺ 22-ാം തീയതിക്ക് ശേഷമാണ് കോളേജ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ഡേറ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് ഫസ്റ്റ് റൗണ്ടിലെ കൗൺസിലിങ്ങിന് വേണ്ടി കോളേജ് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതാണ്. ഫസ്റ്റ് റൗണ്ടിൽ കോളേജ് ചോയ്സ് ഫില്ലിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും മോപ്പപ്പ് റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഓപ്പൺ റൗണ്ട്. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. കോളേജിൽ ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഡൽഹി എയിംസിൽ വെച്ചാണ്. ഫസ്റ്റ് റൗണ്ടിന് പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജുകൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജിൽ ആണോ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കോളേജ് ചോയ്സ് ഫില്ലിംഗ് നടത്തുവാൻ. 18 കോളേജുകൾ ആണ് ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. എയിംസിൻ്റെ ഹോം പേജിൽ അക്കാഡമിക് കോഴ്സസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. അതിൽ BSc നഴ്സിംഗ് ഓണേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ ഏറ്റവും താഴെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. അതിൽ ജനറേഷൻ ഓഫ് കോഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും RUC കോഡും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജാണ് ഓപ്പൺ ആകുന്നത്. അതിൽ കോളേജ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ഓപ്ഷൻ വരും. ആ സമയത്താണ് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൊഫൈൽ പേജിൽ കൗൺസിലിംഗ് പോർട്ടൽ ഓപ്പൺ ആകും. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവിടെ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ആദ്യം തയ്യാറാക്കുന്ന ലിസ്റ്റിൽ പിന്നീട് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ആദ്യത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി കോളേജ് ചോയ്സ് ഫില്ലിംഗ് നടത്താത്ത കുട്ടികൾക്ക് സെക്കൻഡ് റൗണ്ടിലും ഓപ്പൺ റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കില്ല. ആദ്യം തയ്യാറാക്കുന്ന ലിസ്റ്റിൽ മാറ്റം വരുത്തുവാനോ റീഅറേഞ്ച് ചെയ്യുവാനോ എഡിറ്റ് ചെയ്യുവാനും സാധിക്കുകയില്ല. ജൂൺ 22-ാം തീയതിക്ക് ശേഷം ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഡേറ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എയിംസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും RUC കോഡ് പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ കൗൺസിലിംഗ് പോർട്ടൽ അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോളേജ് ലിസ്റ്റ് കാണാം. 18 കോളേജുകളാണ് ടോട്ടൽ ഉള്ളത്. 1292 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ നിങ്ങളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഏത് കോളേജിൽ ആണ് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയെന്ന് മനസ്സിലാക്കി കോളേജുകൾ അറേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും കോളേജുകൾ ഉൾപ്പെടുത്താം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദ്യം കോളേജ് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഓപ്പൺ റൗണ്ട്, ഇങ്ങനെ 3 റൗണ്ടുകളാണ് ഉള്ളത്. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ എയിംസിൽ നേരിട്ട് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇതുപോലെ PDF ഫയലായിട്ടാണ്. ഇതിൽ റോൾ നമ്പർ, ഓവറോൾ റാങ്ക്, അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാറ്റഗറി ഓഫ് അലോട്ടഡ് സീറ്റ് എന്നിങ്ങനെ കാണാം. റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ റോൾ നമ്പരും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ പേരും ഉണ്ടാകും. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്നതാണ്. ഓഫർ ലെറ്ററിൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ കാണാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്സ് ഓഫ് സീറ്റ് അലോക്കേഷൻ എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ എന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്.
ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഈ 2 ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻസുകളും സബ്മിറ്റ് ചെയ്യണം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അതിൽ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓഫർ ലെറ്ററിൽ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കോളേജിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അലോക്കേഷൻ സ്ലിപ്പ് ലഭിക്കും. ഓഫർ ലെറ്ററും ഇൻസ്റ്റിറ്റ്യൂഷൻ അലോക്കേഷൻ സ്ലിപ്പും മറ്റ് ഒറിജിനൽ ഡോക്യുമെൻസുകളും ആയിട്ടാണ് ഓഫർ ലെറ്ററിൽ പറയുന്ന ഡേറ്റിനുള്ളിൽ കോളേജിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം വീണ്ടും സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് റൗണ്ടിലും അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഫസ്റ്റ് റൗണ്ടിലെ കോളേജ് ക്യാൻസൽ ആകുകയും സെക്കൻഡ് റൗണ്ടിലെ കോളേജ് നിലനിൽക്കുകയും ചെയ്യും. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ആ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ പെനാൽറ്റി ആയിട്ട് 1,00,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും അവിടെ നൽകണം. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു കോളേജ് ലഭിച്ചാൽ അവിടെ ചേരണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അവിടെ ജോയിൻ ചെയ്തില്ല എങ്കിൽ പെനാൽറ്റി ആയിട്ട് നൽകിയ 1,00,000 രൂപ തിരികെ ലഭിക്കില്ല. സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ എക്സാമിനേഷനിലും ഫിറ്റ് ആയിരിക്കണം. ഒറിജിനൽ ഡോക്യുമെൻസുകൾ കൈവശം ഇല്ലാത്തവർക്ക് ഡോക്യുമെൻസുകളുടെ കോപ്പി കൊടുത്തതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് 1,00,000 രൂപയുടെ DDയും നൽകണം. സെക്യൂരിറ്റി ആയിട്ട് 1,00,000 രൂപയുടെ DDയും നൽകണം. കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1,00,000 രൂപ തിരികെ ലഭിക്കും. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. സെക്കൻഡ് റൗണ്ടിന് ശേഷമാണ് ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ്. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിലും ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 1,00,000 രൂപ പെനാൽറ്റി നൽകണം. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ആ സമയത്ത് 1,00,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും നൽകണം. അങ്ങനെ 1,00,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും നൽകിയാൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു കോളേജ് ലഭിച്ചാൽ ആ കോളേജിൽ ചേരണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള 1,00,000 രൂപ തിരികെ ലഭിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അതാത് സ്ഥാപനം നടത്തുന്ന മെഡിക്കൽ പരിശോധന ഉണ്ടായിരിക്കും. നിശ്ചിത തീയതിക്കകം ജോയിൻ ചെയ്തിട്ടേ ഇല്ല എങ്കിൽ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള 1,00,000 രൂപ തിരികെ ലഭിക്കില്ല. അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും രേഖകളുടെയും ഒറിജിനൽ കൊണ്ടുപോകണം. കോഴ്സ് പൂർത്തിയാകുന്നതുവരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സൂക്ഷിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൈവശം ഇല്ല എങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും 1,00,000 രൂപയുടെ DDയും സെക്യൂരിറ്റി ആയിട്ട് നൽകിയാൽ മതി. അതിനുശേഷം 5 ദിവസത്തിനുള്ളിൽ ഒറിജിനൽ രേഖകൾ നൽകുമ്പോൾ 1,00,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ നൽകും. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ എവിടെയാണോ സീറ്റ് ഒഴിവുള്ളത് അതാത് സ്ഥാപനത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അതിൻ്റെ വിവരങ്ങൾ അതാത് എയിംസിൻ്റെ വെബ്സൈറ്റുകളിലും പത്രങ്ങളിലും നൽകും. അതിൻ്റെ ഡേറ്റുകൾ പിന്നീട് അറിയിക്കുന്നതാണ്. എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികളും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷമാണ് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വെബ്സൈറ്റിൽ PDF ഫയലായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോളേജ് ലഭിച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണം. അതിൽ 2 ഓപ്ഷനുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജ് താല്പര്യമാണ് എങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനും, താല്പര്യമില്ല രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും സെലക്ട് ചെയ്യണം. അതിനുശേഷം 2 ഓപ്ഷനുകളും തിരഞ്ഞെടുത്തവർ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ
റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസുകളും അതുപോലെ സെക്യൂരിറ്റി ആയിട്ട് 1,00,000 രൂപയുടെ DDയും അവിടെ നൽകണം. എങ്കിൽ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു കോളേജ് ലഭിച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുകയും ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് നൽകിയ 1,00,000 രൂപ തിരികെ ലഭിക്കുകയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ്. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനുവേണ്ടി അവിടെ നേരിട്ട് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷവും സീറ്റുകൾ വേക്കൻസി വന്നാൽ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകൾ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലും പത്രങ്ങളിലും പബ്ലിഷ് ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.